ഹായ് ഹലോ ഗില്ലു ക്രിയേഷൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ടൈലറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. അപ്പൊ ഇന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ്. അപ്പൊ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, കാരണം ത്രോട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ പല്ലിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു ഡ്യൂട്ടി ഞാൻ എൻ്റെ ഫ്രണ്ട് ജിൻസിക്ക് ഞാൻ ഈ ഒരു കർമ്മം കൈമാറുകയാണ്. അപ്പോൾ ഗിൽന എനിക്ക് മൈക്ക് കൈമാറിയിട്ടുണ്ട്, അവളുടെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ കാരണമാണ്. അപ്പോൾ ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്താൻ, ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ ഫ്രീഡ അടിക്കുഞ്ഞ ചിറ്റയാണ്. ഞങ്ങളെല്ലാവരും ചിറ്റയാണെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു കരുത്തും ആണ് ഞങ്ങളുടെ ചിറ്റ. അപ്പോൾ ചിറ്റയ്ക്ക് ഇന്നത്തെ ഈ ഒരു ടൈലറിംഗ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരിയോട് തന്നെ നമ്മളുടെ ഈ ടൈലറിംഗ് തുടങ്ങുന്നതിനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളുടെ യൂണിറ്റിൻ്റെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു തൊഴിൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണ്. എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മളുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണമാകുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടൈലറിങ് നമ്മൾ വെക്കുന്നുണ്ട്. ഒരു 3 മാസം കുറച്ച് 10-35 പേരാണ് നമ്മളിപ്പോൾ യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളത് 3 ബാച്ചുകളായിട്ട് തിരിച്ചിട്ട് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ടീച്ചർ തന്നെ പിള്ളേർക്ക് ക്ലാസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടനെ ടൈലറിങ് തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിലും ഉപരി നമുക്ക് എല്ലാവർക്കും ഒരു എല്ലാവരും ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെറിയൊരു വരുമാനം സ്ത്രീകൾക്ക് ഉണ്ടാക്കുവാൻ പറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ടൈലറിംഗ് യൂണിറ്റ് ഇവിടെ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങളുടെ ടൈലറിംഗ് ടീച്ചറെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ടീച്ചറിൻ്റെ പേര് പ്രീതി. ടീച്ചർ നല്ല ആക്റ്റീവാണ്. ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് എന്നേതാവുന്ന വിധം എല്ലാ സഹായങ്ങളും ഞാൻ ഇവിടെ ചെയ്യുന്നതാണ്. അത് എൻ്റെ ഉറപ്പാണ്. ഞങ്ങളുടെ അധ്യക്ഷൻ മിസ്റ്റർ ഡാൽവിൻ ഡിക്കുഞ്ഞയാണ്. അദ്ദേഹത്തോട് നമുക്ക് 2 വാക്ക് ചോദിക്കാം. ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ന് നമ്മുടെ ടൈലറിംഗ് യൂണിറ്റ് യാഥാർത്ഥ്യമാവുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നു. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടുപോവുകയായിരുന്നു. എന്നിരുന്നാലും റോട്ടറി ക്ലബിൻ്റെയും യൂണിയൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ്റെയും ലേഡീസ് വിങ്ങിൻ്റെയും ഒട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്നിവിടെ ഇത് യാഥാർത്ഥ്യമാക്കണം. എങ്കിൽ പോലും ഇത് പൂർണ്ണമായ സ്ത്രീയിലേക്ക് എത്തണമെങ്കിൽ എല്ലാ ലേഡീസിൻ്റെയും പൂർണ്ണമായ പിന്തുണയും അതുപോലെ ലേഡീസ് വിങ്ങിൻ്റെയും ഇവിടെ വരുന്ന ട്രെയിനറുടെയും ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക. എല്ലാവിധ ആശംസകളും ഇതിൻ്റെ വിജയത്തിലേക്ക് നേർന്നുകൊള്ളുന്നു. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. ഉദ്ഘാടന കർമ്മം ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയാണ് നടത്തുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വെള്ളമുണ്ടപ്പുഴ യൂണിയൻ പ്രസിഡന്റ് നമ്മുടെ സ്റ്റേറ്റ് യൂണിയൻ പ്രസിഡന്റ് മാർഷൽ സെക്രട്ടറി ഐസൽ വിക്കോസ്, നമ്മുടെ ഏറ്റവും ബഹുമാന്യരായ നമ്മുടെ പ്രിയപ്പെട്ട റോട്ടറി ക്ലബ് നേതാക്കന്മാർ, മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് യൂത്ത് മൂവ്മെന്റ് ലേഡീസ് വിങ് സഹോദരിമാരെ, ഇന്നിപ്പോൾ നമ്മളിവിടെ ഏറ്റവും സന്തോഷത്തോടുകൂടി കൂടിയിരിക്കുകയാണ്. കാരണം നമ്മളൊരു സംരംഭം ഇന്ന് തുടങ്ങാനായിട്ട് കുറേ നാളായി നമ്മൾ വിചാരിച്ചിരുന്ന കാര്യമാണ്. ഇന്ന് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾ പോകുകയാണ്. കാരണം നമ്മൾ 15 വിഷയം തയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്
അതിനുശേഷം നമുക്ക് ട്രെയിലറിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത് എല്ലാവരുടെയും ഒരു സംരംഭമായി ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംരംഭമായി തന്നെ എടുക്കണമെന്ന് ഞാൻ നിയതമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മുന്നിൽ നിന്ന് ഞങ്ങൾ എല്ലാവർക്കും ഉത്തേജനം നമ്മൾ പ്രവർത്തിക്കുന്ന കാലങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്റ്റേറ്റ് യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ് മാർഷലിനെ ഞാൻ എല്ലാവരുടെയും ബഹുമാനത്തോടെ തന്നെ ഞാൻ ഏറ്റവും വളരെയധികം സ്നേഹത്തോടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്റ്റേറ്റ് യൂണിയൻ സെക്രട്ടറി ഐസിനെയും ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ റോട്ടറി ക്ലബ്ബ് നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും പ്രിയങ്കരന്മാരാണ് നമുക്ക് എല്ലാവർക്കും. അത് നമ്മൾ ഏറ്റവും കരുണയോടെ തന്നെ കാണേണ്ടതാണ്. നമുക്ക് വേണ്ടി സംരംഭം നടത്തുവാൻ ഒത്തൊരുമിച്ച് നിന്ന് ഞങ്ങളുടെ അസോസിയേഷനായിട്ട് ഒത്തൊരുമിച്ച് സംരംഭം വിജയിപ്പിക്കാനായിട്ട് നമ്മളുടെ ഒപ്പം സഹകരിച്ച നേതാക്കന്മാരെ എല്ലാവരുടെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന യൂത്ത് മൂവ്മെന്റ് യുവജനങ്ങളെ, അതുപോലെ ലേഡീസിനെയും പ്രവർത്തകരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Coordinator AS, Secretary Coordinator Secretary Dana, Executive Member here, വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ കുറച്ച് കാത്തിരുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി നഗരത്തിലെ നമുക്ക് പുറത്തുള്ളതാണ് അനുഭവിച്ചത്. 5 വിഷയം ട്രെയിനുകൾ തരാമെന്ന് പറഞ്ഞു. അത് 6 വിഷയം 17 വിഷയം തന്നെ ഏറെ ത്തിലേക്ക് കടക്കുകയാണ്. തിരികൊളുത്തി ഉദ്ഘാടന ചടങ്ങ് നടത്താൻ പോവുകയാണ്. കേരളം വരണ്ടോണ്ടിരുന്ന ഒരാഴ്ച മുമ്പ് വരെ വരണ്ടോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പെയ്ത വേനൽ മഴ പോലെ വന്ന കേരളത്തെ മുഴുവൻ കുളിർപ്പിച്ച ആ ഒരു അവസരം പോലെ തന്നെ ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ ഒരു സംരംഭം നല്ലൊരു കുളിർമയോടെ നല്ലൊരു ഐശ്വര്യത്തോടെ തുറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്നലെ കാടുകുറ്റിയിൽ നമ്മൾ ഈ വിമൻസ് എന്റർപ്രണർഷിപ്പിന്റെ ഒരു തുടക്കം ഇന്നലെ അവിടെ കുറിച്ചു. ഇന്ന് അതോടൊപ്പം തന്നെ കിടങ്ങുന്നപ്പുഴയിലും നമുക്ക് 2ാമത്തെ യൂണിറ്റിന്റെ തുടക്കം കുറിക്കാൻ കഴിയും. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഇവിടെ ഇത്ര അറേഞ്ച്മെന്റും എല്ലാം ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് കിടങ്ങുന്നപ്പുഴയിലും അതേപോലെ കാടുകുറ്റിയിലും ഒക്കെ പെട്ടെന്ന് ഇനോഗ്രേഷൻ വെക്കാനും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. അത് ഇവിടുത്തെ ഭാരവാഹികളുടെയും ഓഫീസ് ബെയറേഴ്സിന്റെയും മിടുക്കാണ്. ഇനി ഇവർക്ക്
നമുക്ക് റോട്ടറിയും അതേപോലെ യൂണിയനും അതേപോലെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു സംരംഭത്തിനുള്ള ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട്. ഇനി ആ വഴി വെട്ടി മുന്നോട്ട് പോകേണ്ടതും അത് കൂടുതൽ മുന്നോട്ട് പോയി അത് വിജയിപ്പിക്കേണ്ടതും ഇതിൽ വരുന്ന ആദ്യത്തെ ബാച്ചിന്റെ ഉത്തരവാദിത്വം. ഈ ആദ്യത്തെ ബാച്ച് എത്ര ഭംഗിയായിട്ട് ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മളുടെ സ്റ്റിച്ചിങ് മെഷീൻസ് വരും, അതായത് പവർ മെഷീൻസ്. അത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷനിലേക്ക് കടക്കണം. ഈ ഇതിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാരായിരിക്കണം ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതെല്ലാം ആത്മാർത്ഥതയോടുകൂടിയും ക്ഷമയോടുകൂടിയും ഇത് നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനമാണെന്നുള്ള ഒരു മനസ്സോടുകൂടി ഒക്കെ ചെയ്താൽ മാത്രമേ ഈ സംരംഭം വിജയിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ഡാൽബിൻ ഡിക്കുഞ്ഞ, പ്രസിഡന്റ് യൂണിയൻ ഓഫ് ആംഗ്ലോ അസോസിയേഷന്റെ പ്രസിഡന്റ് ചീഫ് മാസ്റ്റർ ഡിക്കുഞ്ഞ, ബഹുമാനപ്പെട്ട റൊട്ടേറിയൻസ് ബൈജു, നെല്ലി, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവരെ, കൂടുതൽ വാക്കുകൾ സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾറെഡി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. മാർഷൽ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഓപ്പണിംഗ് നമുക്കായിട്ട് തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഓപ്പണിംഗിൽ മുൻപേ പോകുന്ന ആൾക്കാർ നിങ്ങളാണ്. മുൻപേ പോകുന്ന ആൾക്കാരുടെ ഗതി അനുസരിച്ചായിരിക്കും ഇനിയുള്ള വളർച്ച. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഓപ്പണിംഗിൽ കയറി ഇരുന്നിട്ട് അവിടെ അടഞ്ഞിരുന്നാൽ, മുന്നോട്ട് പോകാതെ അടഞ്ഞിരുന്നാൽ പിന്നാലെ വരുന്നവർക്ക് കടന്നു വരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ആ ഓപ്പണിംഗ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥതയാണ്. അത് ഓരോരുത്തരും ചിന്തിക്കാതെ ഞാൻ പഠിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കണമെന്നും അത് പ്രത്യേകിച്ചും വലിയ കമ്പനികളുടെയൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നല്ല പെർഫെക്റ്റിനോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ആത്മാർത്ഥതയോടെ പഠിച്ച് വരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഈ തരത്തിൽ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് നമുക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നാലെ കടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം യൂണിയൻ ഓഫ് ആംഗ്ലോ അസോസിയേഷൻസ് ആണ്, അല്ലെ അസോസിയേഷൻസിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. യൂണിയൻ ഓഫ് ആംഗ്ലോ അസോസിയേഷൻസിന്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനമാണ്. റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഒരു സമുദായമില്ല. ഒരു പ്രദേശത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഏത് സമുദായം എന്നുള്ള കാര്യം അവരുടെ മുൻപിലില്ല. പക്ഷെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായം ഉയരണം എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആ ലക്ഷ്യം മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സമുദായത്തിന്റെ പ്രവർത്തനങ്ങളിൽ, യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ ഒരു സംരംഭത്തിന്റെ അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറുന്ന നിങ്ങൾ യൂണിയന്റെ സംരംഭങ്ങളിലും വളരെ ശക്തമായ സപ്പോർട്ട് നൽകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചീഫായ ഡാൽബിൻ അങ്കിളിനെ, ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് മാർഷൽ ഡിക്കുഞ്ഞ അവർക്കും, പിന്നെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ഡൈസൽ ഡിക്രൂസിനും, പിന്നെ റോട്ടറി ക്ലബിലെ വന്നിരിക്കുന്ന ഗവർണർ ആയ എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും എൻ്റെ പേരിലും നിങ്ങൾ ഓരോ അംഗങ്ങളുടെ പേരിലും ഞാൻ ഇവിടെ നന്ദി പറഞ്ഞോളും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ മെഷീനും ഞങ്ങൾ നടത്താൻ പോകുന്ന വീടും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജപമാല രാജ്ഞി പള്ളിയാണ്. അത് നമ്മുടെ പെരുമ്പള്ളി പള്ളിയുടെ ബ്രാഞ്ചാണ് നമ്മുടെ ഈ പുക്കാട് ജപമാല രാജ്ഞി പള്ളി. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ ഈ ടൈലറിങ് യൂണിറ്റ് നടക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ ഈ ഒരു ടൈലറിങ് യൂണിറ്റ് നല്ല രീതിയിൽ നടക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. ഞങ്ങളിത് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈലറിങ് യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള വീട്. അപ്പോൾ എല്ലാവർക്കും അകത്തേക്ക് സ്വാഗതം. ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരാണ് ഫ്രീഡ കിച്ചനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മെഷീൻസൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം 10 സാധാരണ മെഷീനും പിന്നെ ഒരു അംബ്രല്ല മെഷീനുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ കണ്ടില്ലേ ഗൈസ്, വളരെ സന്തോഷമായ മൊമെൻറ്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി നിങ്ങൾക്കായിട്ടൊരു സുവർണാവസരം കൂടിയുണ്ട്. ഓൺലൈനിൽ ഫ്രീ ആയിട്ട് ടൈലറിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ 6 മാസം കൊണ്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് വേണം. ഓക്കെ, ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് അതുപോലെ ടൈലറിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.